ഹലോ, എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സുജനാസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മളെ കണ്ണൂരിൻ്റെ സ്വന്തം കണ്ണൂരപ്പാണ്. നമ്മളിതിനെ വെള്ളക്കാരപ്പം എന്നാണ് പൊതുവേ പറയാറ്. നല്ല സോഫ്റ്റും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു അപ്പാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു അപ്പാണ് കേട്ടോ. പിന്നെ കണ്ണൂരിൻ്റെ ഒട്ടുമിക്ക ബേക്കറികളിലും ഇതുണ്ടാവും. പിന്നെ കൂടാതെ ഗൾഫ് നാടുകളൊക്കെ നമ്മളിത് കൊണ്ടുപോകാറുണ്ട്. 2-3 ദിവസം വരെ കേടുകൂടാതിരിക്കുകയും ചെയ്യും. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ നോക്കിയാലോ. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞ് ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇതിനു വേണ്ടി 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 2 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂർ ശേഷം ഇതിലുള്ള വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ വേറൊരു ബൗളിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ചോറാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ 1 കപ്പ് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളും അരിയും ചോറും എല്ലാം കൂടി നല്ലവണ്ണം തന്നെ യോജിച്ച് വരണം. അതുവരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഒറ്റ ബാച്ചായിട്ട് തന്നെ ഞാൻ അരച്ചെടുക്കാൻ പോവുകയാണ്. നിങ്ങൾ കൂടുതൽ ചേർക്കുന്നുണ്ടെങ്കിൽ 2 ബാച്ചായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് മൊത്തത്തിൽ തന്നെ ഞാൻ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുക. അതായത് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തെരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഒരു മിക്സ് നമുക്കൊരു ബൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിലോട്ടേക്ക് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഒരു ഇത്തിരി ലൂസായിട്ടാണ് കേട്ടോ വേണ്ടത്. അധികം കട്ടി പാടില്ല. നമ്മുടെ പച്ചരി ദോശയൊക്കെ തയ്യാറാക്കുന്നില്ലേ, ആ ഒരു ലൂസിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇവിടെ മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂർ ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ അപ്പം ചൂടാൻ പാകത്തിന് തന്നെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അവിടെ ഇവിടെയും കട്ടകളൊന്നും നിൽക്കാത്ത നിലയിൽ നന്നായിട്ടൊന്ന് നമ്മുടെ ബേക്കിംഗ് സോഡ നന്നായിട്ട് മിക്സായിട്ട് വരണം. ഇനി ഒരു ബേക്കിംഗ് സോഡയ്ക്ക് പകരം നിങ്ങൾക്ക് ഈസ്റ്റ് ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈസ്റ്റാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നെങ്കിൽ നമ്മൾ മാവ് അരച്ച് വെക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പെട്ടെന്ന് തന്നെ ഓരോ അപ്പമായിട്ട് ചുട്ടെടുക്കാം. ഇനി ഒരു ഉണ്ണിയപ്പം ചട്ടി എടുക്കാം. ഇതിലോട്ടേക്ക് ഒരു 1/4 ഭാഗത്തോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് നമ്മൾ തയ്യാറാക്കിയുള്ള മാവ് ഓരോ കുഴിയിലും ഒഴിച്ചു കൊടുക്കാം. പുറത്തോട്ടേക്ക് തുളുമ്പാത്ത നിലയിൽ നിറയെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം മുഴുവനും ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ കുഴിയിലും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആദ്യം ഒഴിച്ചത് നോക്കി വേണം തിരിച്ചിട്ട് കൊടുക്കാൻ. പെട്ടെന്ന് തന്നെ എല്ലാം തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള മാവ് നല്ല ഉണ്ണിയപ്പം പോലെ പൊങ്ങിക്കിട്ടാൻ വേണ്ടിയാണ് പെട്ടെന്ന് തിരിച്ചിടാൻ പറയുന്നത്. ഇനി ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ മറ്റേ ഭാഗം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പൊതുവെ ഈ കാരപ്പം ഒരു ഭാഗം നല്ല ഗോൾഡൻ ബ്രൗൺ കളറും മറ്റേ ഭാഗം നല്ല വൈറ്റ് കളറായിട്ടാണ് ഉണ്ടാവല്. തിരിച്ചിട്ട് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ അടിഭാഗം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കണ്ണൂരപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, നല്ല പട്ട് പോലെയാണ് കേട്ടോ ഇതിരിക്കുക. നമുക്കിത് എത്ര കഴിച്ചാലും മതിയാവില്ല. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾഭാഗം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് നല്ല പട്ട് പോലെയാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ബേക്കറിയിൽ നിന്നും വാങ്ങുന്ന അതേ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ, നല്ല രുചിയുമാണ്. നമുക്ക് വീണ്ടും കഴിക്കാൻ തോന്നുന്ന അടിപൊളി ടേസ്റ്റും രുചിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത്
ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.